കളി വന്നി അച്ചൂടാ ഇവിടെ ഇവിടെ ഗുലു ഗുലു ഗുലു. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ല എല്ലാവർക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മ എന്ന് വിളിച്ചപ്പോൾ പറയണ്ടായിരുന്നു ചെടിയൊക്കെ വലുതായില്ലേ, പൂവൊക്കെ ഇട്ടിട്ടുണ്ട് എന്നറിയുന്നത്. ശരിയാണ് കേട്ടോ. പക്ഷെ ഇന്ന് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് ആ പൂക്കളൊക്കെ അങ്ങോട്ട് വെട്ടിക്കളയാനാണ് കേട്ടോ. ഒന്ന് ഒതുക്കി പറക്കി വെക്കാനുണ്ട്. എല്ലാം അങ്ങനെ കാട് കൂടി ഒരു വൃത്തിയില്ലാത്ത പോലെ തോന്നിയിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട്. അമ്മൂട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ, നമുക്കതൊക്കെ ഒന്ന് വൃത്തിയാക്കിയേക്ക് അമ്മ, നിറയെ കാട് പോലെ ആയിട്ടുണ്ട്. പിന്നെ ഈ ഫ്രണ്ട് ഭാഗത്തല്ലേ ഇരിക്കുന്നത്, എപ്പോഴാണ് വല്ലതും കയറി വരാമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ പായുവിനെ കാണേയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. വേണമെങ്കിൽ അവസാനം ഭാഗത്ത് കുറച്ച് കാണായിരിക്കും, അല്ലാതെ നിങ്ങൾ പായുവിനെ കാണേയില്ല. കാരണം ക്ലാസ് തുടങ്ങിയിട്ട് കുറച്ചായിട്ടുണ്ട് ഇവർക്ക് 19-ാം തീയതി സ്കൂൾ പൂട്ടിയിട്ട് 29-ാം തീയതി സ്കൂൾ ഓപ്പൺ ആയതാണ്. 2 ദിവസം ക്ലാസ്സിന് പോയി, പിന്നെ അങ്ങോട്ടേക്ക് പോയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് നോട്ട്സ് അത്യാവശ്യത്തിന് എഴുതാനുണ്ട്. നമ്മുടെ സ്റ്റേറ്റ് സിലബസിനൊക്കെ 5-ാം തീയതി അല്ലേ ഓപ്പൺ ആവുള്ളൂ. പക്ഷെ ഇവിടെ 5-ാം തീയതി ഓപ്പൺ ആകുമ്പോൾ ഏറ്റവും വലിയ കുഴപ്പം എന്താ വെച്ചാൽ അമ്മൂട്ടിക്ക് PT3 എക്സാം സ്റ്റാർട്ട് ചെയ്യാനാണ് കേട്ടോ. അടുത്ത മാസം ഉണ്ടല്ലോ അമ്മൂട്ടി 10ാം ക്ലാസ്സുകാരത്തിയാവും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. സാധാരണ നമ്മുടെ അധ്യയന വർഷം തുടങ്ങുന്നത് ജൂണിലാണ്, പക്ഷെ ഇവർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫെബ്രുവരി തൊട്ടിട്ട്. അമ്മൂട്ടി 10ാം ക്ലാസ്സിലെത്തിയിട്ടോ. പഠിക്കുന്നുണ്ടോയെന്നൊക്കെ ചോദിച്ചാൽ പഠിക്കാനൊക്കെ പറയുന്നുണ്ട്. ചില നേരത്തെ ഒരു തോറ്റം തോന്നിയായിരുന്നു പഠിക്കും നന്നായിട്ട്. പിന്നെ നമ്മളിങ്ങനെ ബാക്കിൽ നിന്ന് ഉന്തിയും തള്ളി ഇങ്ങനെ ഇരിക്കണം. അത് അവർക്ക് തന്നെ തോന്നണല്ലേ. ഞാനങ്ങനെ വല്ലാണ്ട് പുഷ് ചെയ്യാൻ നിൽക്കാറില്ല കേട്ടോ. തീരെ പഠിക്കാണ്ട് കാണുമ്പോൾ ഒന്ന് ചീത്ത പറയും, അപ്പോൾ പോയി എന്തെങ്കിലുമൊക്കെ വായിക്കും. അതെന്നെ ബോധിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു വായന മാത്രമാണ്. അപ്പോൾ ഞാൻ പിന്നെ ചിന്തിക്കും, പഠിക്കണം നേരമാകുമ്പോൾ അവൾക്കെന്ന് തോന്നിയിട്ട് പഠിച്ചോളും. അല്ലാണ്ട് ഇപ്പോൾ ഇതിനും കൂടുതൽ നമ്മൾ എന്താ പറയാം. അല്ല ഇതൊക്കെ അല്ലേ നമുക്ക് മാറ്റി മാറ്റി വെട്ടി വെട്ടി കുഴിച്ചിടാം. അതൊക്കെ അമ്മ വെട്ടി കുഴിച്ചിട്ടാ ശരിയല്ല. കുഴിച്ചിട്ടോ അതാ നല്ലത്. അപ്പൊ കുറച്ചും കൂടി ഉണ്ടായിരിക്കും. അമ്മൂട്ടി ഇവിടെ ഏട്ടനെ പോലെയാണ് കേട്ടോ. ഏട്ടൻ വല്ലപ്പോഴൊക്കെ പണിയെടുക്കാൻ സഹായിക്കാൻ കയറുള്ളൂ. പക്ഷേ ആൾ കയറിയിട്ടുണ്ടെങ്കിൽ എല്ലാം ഒന്നല്ലാന്ന് തോന്നും. നല്ല വൃത്തിയാക്കി നീറ്റാക്കി അടിപൊളിയാക്കിയിട്ട് ഇട്ട് തരും കേട്ടോ. അത് നമ്മൾ ചെയ്യുന്ന കാര്യം ഒരിക്കലും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. ഇന്നിപ്പോൾ ഞാൻ ഈ പണിക്ക് ഇറങ്ങിയെങ്കിലും കൂടിയിട്ട് ഇതിലൊരു 3/4 ഭാഗം പണിയെടുത്തിട്ടുള്ളതും അമ്മൂട്ടിയാണ് കേട്ടോ. അമ്മൂട്ടി കുറച്ച് ദിവസമായിട്ടുണ്ട് ഇത് പറയണു വെട്ടി വൃത്തിയാക്കാം എന്നുള്ള കാര്യം. അപ്പോൾ പിന്നെ അതുകൊണ്ടാണെന്നും കൂടെ എനിക്കറിയില്ല. മൂപ്പരാൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആകെ ക്ഷീണിച്ച് അവശയായിട്ടാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 7:30 ആയിട്ടുണ്ട് ഞങ്ങൾ അകത്തേക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് കയറുമ്പോൾ തന്നെ. പീരീഡ്സ് ആയിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു കോമ്പൗണ്ട് ഇട്ട് അപ്പുറത്തെ സൈഡിലേക്ക് കടക്കാനും പറ്റില്ല കേട്ടോ. അപ്പം മൂപ്പരാൾക്ക് എന്നാ ചെയ്യണം, ആ ഒരു ഭാഗത്തുള്ള നമ്മൾ ഈ ഒരു ഭാഗം മാത്രമാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് മൂപ്പരാൾ തന്നെയാണ് കൂടുതൽ പണിയും ചെയ്ത് എല്ലാ കാര്യങ്ങളും സെറ്റാക്കി നല്ല വൃത്തിയാക്കി വെച്ച് തന്നു കേട്ടോ. നമ്മുടെ ബറാബ പഴുത്തുണ്ട് കേട്ടോ. ബറാബ 3 എണ്ണം പഴുത്തൊക്കെ ഉണ്ട്. ഓ മൈ ഗോഡ്. ഇന്നാൾ പായു എനിക്ക് അവനെ കൊണ്ടുവന്നു കേട്ടോ, ആ കൊഴിഞ്ഞു വീണെന്ന് പറഞ്ഞേ. അപ്പം എന്നിട്ട് എന്നോട് തിന്നോളാൻ പറഞ്ഞിട്ട് ഞാൻ വായിൽ വെച്ചതും പൊളിച്ചിട്ട് ഈശ്വരാ അടിപൊളി ഉണ്ടല്ലേ കുശുമ്പത്തി. അങ്ങനെയുണ്ട്. പുളിയാ? നല്ല പുളിയാ? മധുരണ്ടാ? സെറ്റാ? പറഞ്ഞാൾക്ക് കൊണ്ടെടുത്തോ. ഫ്രൂട്ട്സിൻ്റെ തൈകളൊന്നും വലിയ കാര്യമായിട്ടൊന്നും വളർന്നിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷെ എന്നാലും ഇടയ്ക്ക് നിലയ്ക്കൊക്കെ എന്നെ സന്തോഷിപ്പിക്കാനും പിള്ളേരെ സന്തോഷിപ്പിക്കാനാണെന്ന് തോന്നുന്നു. ഇടയ്ക്ക് നിലയ്ക്കൊക്കെ ഓരോ കായ്കളൊക്കെ ഇട്ട് തന്ന് ഇങ്ങനെ നമുക്ക് വല്ലപ്പോഴൊക്കെ കിട്ടുമ്പോഴാണെങ്കിലും നമുക്ക് സന്തോഷമാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ചെറിയൊരു ഭാഗം ക്ലീനാക്കാൻ തന്നെ നമുക്ക് ഇത്രയും നേരം എടുത്തു കേട്ടോ. ഞങ്ങൾ സ്ലോ വർക്കേഴ്സ് ആയതുകൊണ്ടായിരിക്കും അതൊരു പക്ഷേ. വല്ലാണ്ട് ഇരുട്ടായിട്ട് നിൽക്കാൻ എനിക്ക് ചെറിയ പേടിയുണ്ട്. കാരണം നിങ്ങൾ ഫ്രണ്ടിലേക്ക് നോക്കിയാൽ മനസ്സിലാവില്ലേ, കൂരിട്ടാണ്. നമ്മൾ വീട് പണിയുന്ന സമയത്ത് ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ ഫ്രണ്ട് ഭാഗത്തേക്കൊക്കെ ലൈറ്റ് ഇടണം എന്നുള്ളത്.
അങ്ങനെ വിചാരിച്ചിട്ട് നമ്മുടെ ഇലക്ട്രീഷ്യൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു, അതൊന്നും ചെയ്യണ്ട ചേച്ചി, എന്തിനാ വെറുതെ അധിക ചിലവ്, അത് അവർക്ക് പണിയെടുക്കാനുള്ള മടി കൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ കറണ്ട് ബില്ല് കൂടും, നമുക്കറിയില്ലല്ലോ അതിനെക്കുറിച്ചിട്ട് എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും അവർ വയറിംഗ് ഒന്നും അങ്ങനെ എനിക്ക് ചെയ്ത് തന്നില്ല. അതും കൂടാണ്ട് സ്ട്രീറ്റ് ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കുറച്ച് നാൾ വർക്ക് ചെയ്ത്, അതായത് പഞ്ചായത്തുകാർ വന്നിട്ടല്ലോ കുറച്ച് നാൾ വർക്ക് ചെയ്ത് പിന്നെ സ്ഥിരം കലാപരിപാടി അത് കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് എന്താ കയ്യിൽ കുറച്ച് പൈസയൊക്കെ ആയിട്ടുണ്ടെന്ന് വെച്ചാൽ ആ ഫ്രണ്ട് ഭാഗത്തേക്ക് ഒരു 2 ലൈറ്റ് എങ്ങനെയെങ്കിലും കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്യണമെന്ന്. ഇപ്പം അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരില്ലാണ്ടാകുമ്പോൾ നമ്മൾ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ലൈറ്റ് ഇട്ടാൽ തന്നെ ഫുള്ള് ഇരുട്ടാണ്. നമ്മുടെ വീടിൻ്റെ ഉമ്മർത്ത് കത്തുന്ന ബൾബ് മാത്രമാണ് ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കൂരിരുട്ടാന്ന് പറയില്ലേ, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയെങ്കിലൊക്കെ ആ ഒരു ചപ്പും ചോറും അവിടെ ഇട്ടിട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ഒരു എന്താ പറയുക മിതമായ രീതിയിൽ അടിച്ച് വൃത്തിയാക്കിയിട്ട് അത് വേസ്റ്റ് കൊണ്ട് എണ്ണോടത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അല്ലാതെ നമുക്ക് അതിന് വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ 10 മണിയായാലും ഞങ്ങൾ അമ്മയും മക്കളും വീട്ടിൽ കയറൂല. കണ്ടില്ലേ പൊടി പറക്കണത്. വേണ്ട കുട്ടിയെ, നാളെ ചെയ്യാം നമുക്ക്. അവിടെ ഒരു ഇതുണ്ടായിരുന്നു, അത് വെട്ടിക്കളഞ്ഞാ? അത് വെട്ടിക്കളഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ നാളെ വെട്ടാന്ന്. കൊളാമ്പി ഉണ്ടായിരുന്നു, വേണ്ട നോക്കി വെട്ടിയത്. ഇത് വെട്ട്, ഇതാണ് ഉണ്ടായി വരുന്ന സാധനം. ഇതിന്റെ റൂട്ട് നല്ല ദിക്കുണ്ട്, അത് വെട്ടിയാ മതി. പറിച്ചെടുക്കുമ്പോ റൂട്ടോടുകൂടി പറിച്ചെടുക്കണം. ഇത് വെട്ടിക്കളയട്ടെ? അത് വെട്ടിക്കോ. ഇപ്പോഴായി പിന്നെ എൻ്റെ എല്ലാ ദിവസവും അവസാനിക്കുന്നത് രാത്രിക്കൽ എണ്ണ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ. എങ്ങനെ പോലെ ഒരു 11 മണി 11:30 ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ദിവസങ്ങളിൽ എന്തായാലും നമ്മളത് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ജനുവരി 1-ാം തീയതി, അതായത് 2026 ജനുവരി 1 കേട്ടോ. ഇതെന്താ ഇപ്പം ഇത് സ്വർണ്ണക്കടയിൽ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കില്ലേ. ഒന്നുമില്ല, ഞാൻ എനിക്ക് വേണ്ടി ചെറിയൊരു ഗിഫ്റ്റ് ഇങ്ങനെ വാങ്ങിച്ചെടുത്തു കേട്ടോ. ഒരു മൂക്കുത്തി എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇപ്പം നമ്മുടെ മൂക്കുമ്മൊക്കെ എടുക്കുന്നത് ഡയമണ്ട് തന്നെയാണ്. അപ്പോൾ അതിന് പകരമല്ല വേറെ ഒരെണ്ണം പുതിയതായിട്ട് നമ്മൾ TT ദേവസിൽ നിന്ന് വേറൊരു മൂക്കുത്തി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. മൂക്കുത്തി മാത്രമല്ല ഒരു റിങ്ങും വാങ്ങിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു സെക്കൻഡ് സ്റ്റഡും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. മൂക്കുത്തി എടുത്തുള്ളത് എൻ്റെ സ്വന്തം പൈസയ്ക്ക് സ്വന്തം അധ്വാനത്തിലാണ് കേട്ടോ. പക്ഷേ സെക്കൻഡ് സ്റ്റഡും മോതിരം എടുത്തിട്ടുള്ളത് പാദസരം വല്ലാണ്ട് നീണ്ടിട്ട് കാലിൻ്റെ ഇടയിൽ കൂടെ ഊരിപ്പോരായിരുന്നു. അപ്പോൾ അതിൻ്റെ 2 കണ്ണി അങ്ങോട്ട് വെട്ടി. ആ പൈസയൊക്കെയാണ് കേട്ടോ. കയ്യിലിരുന്നാൽ ഞാനത് എന്തായാലും പൊടിച്ച് കളയും. അപ്പോൾ അതിന് ഭേദം എന്തെങ്കിലും എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു മോതിരം ഒരു സെക്കൻഡ് സ്റ്റഡും എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ TTയിലേക്കാണ് വന്നത്, മടാൻപുള്ളിയിലുള്ള TT ദേവസയിലേക്ക്. അത് കഴിഞ്ഞ് നേരെ വൈമാളിയിലേക്കാണ് കേട്ടോ വന്നത്. നമുക്ക് പ്രത്യേകിച്ച് പോകാനൊന്നും ഇടയില്ലാത്തത് കൊണ്ട് വൈമാള്, വീട്, ഗുരുവായൂർ, ഈ 3 ഇടമായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ സ്ഥലം എന്ന് പറയാനുള്ളത് കേട്ടോ. ഇതുമില്ലാതെ ന്യൂ ഇയർ ഒക്കെ വീട്ടിലിരുന്ന് ആഘോഷിക്കുന്ന ആൾക്കാരുണ്ട്, പുറമെ പോയി സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കുട്ടികൾക്കൊരു ചേഞ്ചൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ ഫൺ ടൂറയിൽ കയറിയിട്ടുണ്ട്. ഏട്ടനുള്ളപ്പോൾ കയറിയതാണ് കേട്ടോ. കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വട്ടം അങ്ങോട്ട് വന്നപ്പോഴാണ് അവിടെ കയറിയിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം കുറച്ച് നേരം അധികം കളിച്ചിട്ടുണ്ട് കേട്ടോ. അവർക്ക് സന്തോഷമായി, എനിക്ക് സന്തോഷമായി, ഞാനും കുറേ കളിച്ചു. അതൊരു രസമാണ് അല്ലേ. നമ്മളും ചെറിയ കുട്ടികളാവും ഇവിടെയൊക്കെ പോകുമ്പോൾ. എത്രയൊക്കെ എന്താ പറയുക, നമ്മൾ വലിയവരാണ് മുതിർന്നവരാണ് എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ മനസ്സിലുണ്ടാവല്ലേ ഒരു കുഞ്ഞു കുട്ടി. ഇതൊക്കെ കളിക്കാൻ നമുക്കും ആഗ്രഹം ഉണ്ടെന്നേ. നമ്മുടെ ചെറുപ്പകാലത്തൊന്നും നമുക്കിതൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇപ്പം കിട്ടുന്നു, ഇപ്പം അത് എൻജോയ് ചെയ്യണു. പക്ഷെ ഞാൻ മാത്രമൊന്നല്ല കേട്ടോ. കഴിഞ്ഞ വട്ടം ഏട്ടൻ വന്നിരിക്കുമ്പോൾ ഏട്ടനും കുറേ നേരം നിന്ന് കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പിള്ളേരുടെ ഒപ്പം. അത് കഴിഞ്ഞ് ഫുഡൊക്കെ നമ്മൾ പുറത്തുനിന്ന് തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നലെ വൈകിട്ടും അതേ കേട്ടോ, നമ്മൾ പുറത്തു പോയിട്ട് തന്നെയാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ചാവക്കാട് ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ, TNT എന്ന് പറഞ്ഞിട്ട്. അടിപൊളി ഫുഡ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ. കുറേ നാളായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോകണം കഴിക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ന്യൂ ഇയറിൻ്റെ തലേ ദിവസം, അതായത് 31-ാം തീയതി നമുക്ക് ആ ഒരു ബുദ്ധി ഉദിച്ചത്. നേരെ ഞങ്ങൾ പോയി കഴിച്ച് സന്തോഷിച്ചിട്ട് പോന്നു കേട്ടോ. കാരണം ഒരു ഫുഡ് കഴിക്കാനുമ്പോൾ നമുക്ക് അത്രയും മനസ്സെന്നറിയാമെന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.